ഇങ്ങനെ വെക്കണ്ടേ? അപ്പോ എന്നാ നിങ്ങൾ പൂവിട്. അവരടുത്ത് പൂവിടാന് വെയ്യേനും അഭിപ്രായങ്ങൾ പറയാൻ. കണ്ടോ മഴയാണ് കേട്ടോ, എത്ര ഭംഗിയിലിട്ടിട്ടും കാര്യമൊന്നുമില്ല. മഴ പെയ്തിട്ട് വേഗം അങ്ങോട്ട് നാശമാവണു. ഇട്ട് തിരിയുമ്പോഴേക്കും മഴ പെയ്യട്ടാ. പിന്നെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള പൂക്കൾ മാത്രമല്ല കേട്ടോ. ചെമ്പരത്തിപ്പൂതാ, ചെമ്പരത്തിപ്പൂവ്. ഇതിനെയാണോ നിങ്ങൾ കൃഷ്ണകിരീടം എന്ന് പറയുക? നമ്മൾ ഇതിനെയാണ് കേട്ടോ കൃഷ്ണകിരീടം എന്ന് ഇവിടെ പറയാറുള്ളത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഏട്ടൻ്റെ പണി കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയി. ഇനി ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നമ്മൾ തിരുവോണമൊക്കെ ചെയ്യുമ്പോഴേ വലിയ കള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ട് ഇപ്പം നമുക്കുള്ള പൂവൊക്കെ വെച്ചിട്ട് പൂവിട്ടാൽ മതിയല്ലോ. ആ കണ്ടില്ലേ പൂവിടുമ്പോഴേക്കും എന്നെ മഴ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ മുറ്റമൊക്കെ മെഴുകി ചാണകമൊക്കെ തേച്ചിട്ട് എന്ത് വൃത്തിയായിരുന്നു പറഞ്ഞിട്ടാ. ഇപ്പം അതിന് വേണ്ടിയിട്ട് അത്തം ദിവസം മുതലേ ഇവിടെ മഴയാണ് കേട്ടോ. എന്താണടാ നിങ്ങളുടെ ശല്യം വേറെയും. പൂവ് അങ്ങോട്ട് ഇട്ട് തിരിയുമ്പോഴേക്കും വന്നിട്ട് അങ്ങോട്ട് കുത്തിച്ചനക്കിയിട്ടുണ്ടാവും. പെൺകുട്ടികളാ പൂവിടുക. ഇവിടെയുള്ള പെൺകുട്ടികൾ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ വന്നിരിക്കും.